ഹായ് ഫ്രണ്ട്സ്, ഐ ആം സിദ്ധാർത്ഥ്. നമ്മൾ ഇന്ന് പോകുന്നത് കോന്നി ആനക്കൂടിലാണ്. 80 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് ആനക്കൂട് കാണാനായിട്ട്. ഇതാണ് കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഇവരുടെ എലിഫന്റ് ആർട്ട് ഗാലറി. ഇതിനകത്ത് പല ഷേപ്പിലും സൈസിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആനയുടെ ആർട്ട് വർക്കുകൾ കാണാം. ഞാനും വൈഫുമാണ് ആക്ച്വലി പോയത്. അവൾ ഇതൊരു ആനക്കൂട് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ആനയെ കാണാൻ പോയ ഞങ്ങളുടെ മുന്നിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് കൃഷ്ണയാണ്. 13 വയസ്സ്, അളിയൻ മതപ്പാടിലാണ്. അവനാകെ 13 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. അവന് നിപ്പത്ര ശരിയല്ല. ചേട്ടന്മാരൊക്കെ ഒരടി അകലെ നിന്ന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഇന്ന് അവന് ക്യാരറ്റാണ് ഫുഡ്. ആന മതപ്പാടിലാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, അവനെ നിപ്പ് കണ്ടില്ലേ? നല്ല കട്ട കലിപ്പിലാണ് ആശാന്. അവനിച്ചിരി മാറി നിന്നിട്ട് ഞങ്ങൾ അടുത്ത് പോയി കണ്ടത് മീനയാണ്. അവൾക്ക് 34 വയസ്സാണ്. കണ്ടില്ലേ, എന്തൊരു ശാന്ത സ്വഭാവം. ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് പ്രിയദർശിനിയാണ്. അവൾക്ക് 42 വയസ്സുണ്ട്. കണ്ടിട്ട് അത്ര പ്രായം തോന്നുന്നില്ലെങ്കിലും അവൾക്ക് നല്ല പ്രായമുണ്ട്. ബ്രൂട്ടീഷൻ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈവ 23 വയസ്സ്. ഇവള് ശാന്ത സ്വഭാവക്കാരിയാണ്. ഇവളവിടെ നിന്ന് നൈസായിട്ട് വെള്ളവും കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മളെ നോക്കി ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നൈസായിട്ട് വേറൊരു മ്യൂസിയം ഉണ്ട്, അത് കാണാൻ വേണ്ടി താഴോട്ട് ഇറങ്ങിപ്പോയി. അതാണ് ഇവരുടെ മെയിൻ മ്യൂസിയം. ഇതാണ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് വശം. നല്ല ഭംഗിയായിട്ട് അവർ വോളാട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ അകത്തോട്ട് കയറി. അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ ഈ ആനക്കുട്ടനെയാണ് കാണുന്നത്. അതിനുശേഷം ആനകളുടെ ജീവിത രീതികൾ, അതിൻ്റെ പല പല സ്വഭാവങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അവിടെ തുടരുത്, പിടിക്കരുത്, ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ അവർ തന്നെ ക്യാപ്ചർ ചെയ്ത നല്ല നല്ല ഫോട്ടോസ് അവരവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട്. അത് അടിപൊളിയാണ്. അവരുടെ മീറ്റിംഗ് സീസണിലെ ഫോട്ടോസും അതും ഇതും എല്ലാമായിട്ട് കുറേ അവരത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മ്യൂസിയം. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് 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 ഞങ്ങൾ കാര്യങ്ങളൊക്കെ വായിച്ച് പഠിച്ച് വന്നപ്പോഴാണ് നമ്മുടെ മുന്നിൽ ഒരു സ്കെലട്ടൻ, ആനയുടെ സ്കെലട്ടൻ പ്രത്യക്ഷപ്പെട്ടു. ഇത് ഒറിജിനലാണ്. ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ചെറിയ വിഷമം തോന്നിയെങ്കിലും സംഭവം നമ്മൾ ആദ്യമായിട്ടാണ് ആനയുടെ സ്കെലട്ടൻ കാണുന്നത്. അതിൻ്റെ ബോഡി മാത്രമല്ല, അതിൻ്റെ ഫേസ് കാര്യങ്ങളെല്ലാം അവർ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കൊമ്പ കാര്യങ്ങൾ, അതിൻ്റെ സ്കള്, അങ്ങനെ എല്ലാവരും സെപ്പറേറ്റ് നമുക്ക് കാണാൻ വേണ്ടി, നമുക്കറിയാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആനയെ പോലെ തന്നെ അതിന് വലിയ സ്കെലട്ടണും അങ്ങനെ കാണാൻ പറ്റി. ഇത് ആനയുടെ ഓരോ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ആനയെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ പാപ്പന്മാർക്ക് വേണ്ട പല പല ആവശ്യത്തിന് വേണ്ടിയുള്ള സാധനങ്ങളും അവരവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട്. ഇതൊക്കെ എന്തിനാണെന്ന് പോലും നമുക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് വന്നപ്പോഴാണ് അവിടെ പലതരം മൃഗങ്ങളുടെ സൗണ്ട് നമ്മളെ കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട് അവിടെ. അതിൻ്റെ ഫോട്ടോസും പിന്നെ അതിൻ്റെ സൗണ്ട് കുറച്ച് ഞാൻ കേൾപ്പിക്കാം. കാരണം ഒത്തിരി മൃഗങ്ങളുണ്ട്. ഇതെല്ലാം കേട്ടോണ്ടിരുന്നാൽ നിങ്ങളുടെ സമയം പോകും. നിരവധി ഫോട്ടോസ് ഉണ്ട് അവരെടുത്തത്. അടിപൊളി ക്യാപ്ചേഴ്സ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റിയ ഐറ്റംസ്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ കണ്ട് പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ നടക്കുമ്പോൾ വോളിൽ അടിപൊളി ഒരു ഫോട്ടോ കൂടി കണ്ടു. വെള്ളത്തിൽ ആനയുടെ നിഴലൊക്കെ ആയിട്ട് ഒരു ഫോട്ടോ കണ്ടില്ല. അവരെത്ര മനോഹരമായിട്ടാണ് ഓരോ ഫോട്ടോസും പ്ലേസ് ചെയ്തേക്കുന്നത്. നമുക്കത് ഒരു 3D എഫക്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ ഫോട്ടോസൊക്കെ റിയലാണ്. പിന്നെ പതുക്കെ ഞങ്ങൾ ആനക്കൂടിനോട് വിട പറയാനൊരുങ്ങി. അങ്ങനെ ഈവയ്ക്കും പ്രിയദർശിനിക്കും എല്ലാം ഒരു ടാറ്റ കൊടുത്ത് നമ്മളവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ കൃഷ്ണ നമ്മളെ നോക്കി തലയാട്ടി കാണിക്കുന്നുണ്ടായിരുന്നു ദൂരെ. ടാറ്റ തന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ അളിയൻ്റെ കൂടെ കല്ലേലി അമ്പലത്തിലേക്ക് പോയി. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പായിരുന്നു. ഞങ്ങൾ നേരെ കല്ലേലിക്ക് വിട്ടുപിടിച്ച് നമ്മുടെ കാട്ടിലൂടെ നമ്മുടെ കല്ലേലി അപ്പൂപ്പൻ്റെ അമ്പലത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ഞങ്ങൾ അകത്തേക്ക് കയറാനുള്ള പരിപാടികൾ നോക്കി. കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് എന്നാണ് അമ്പലത്തിൻ്റെ പേര്. പോത്തലൊക്കെ പോകണം, നല്ല അമ്പലമാണ്. അവിടെ ചെറിയ പൂജകളും കാര്യങ്ങളും അവിടുത്തെ അനുഷ്ഠാനങ്ങളൊക്കെ ഞങ്ങൾ അർപ്പിച്ചു. അതൊരു ട്രൈബൽ ക്ഷേത്രമാണ്. നടയടയ്ക്കലൊന്നുമില്ല. സോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് തൊഴേണ്ടവർക്ക് പോയി തൊഴാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം അവിടുത്തെ ഒരു സർവീസാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരിരുന്ന ഹോസ്പിറ്റാലിറ്റി, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പൂജകളോ കാര്യങ്ങളോ എല്ലാം നമുക്ക് അവിടെ നിന്ന് അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരും. കണ്ടോ, ഒരു കുരങ്ങച്ചായിരിക്കുന്നത്. ഇത് ഉൾക്കാട്ടിലാണ് ഈ അമ്പലം. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ പലതും നമുക്കവിടെ കാണാൻ സാധിക്കും. അങ്ങനെ അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ.
കൂടെ കുറേ കുട്ടിക്കുരങ്ങന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.